നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിൽ അവശേഷിക്കുന്ന നേതാക്കൾ ഇറാനിലേക്കോ സിറിയയിലേക്കോ ഒളിച്ചോടിയേക്കാം എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പലസ്തീനികൾക്ക് രക്ഷ കൊടുക്കാനാകുന്നില്ലെന്ന് മാത്രമല്ല 80,000 പേരുടെ മരണത്തിന് വഴിയൊരുക്കിയത് ഹമാസിന്റെ വിവരം കെട്ട പ്രവൃത്തിയാണ് എന്ന കുറ്റപ്പെടുത്തൽ കൂടി വരുന്നതോടെ ഹമാസ് നേതാക്കൾ നാടുവിട്ടോടാൻ നിർബന്ധിതരാവുകയാണ്. ശേഷിക്കുന്ന ഇസ്രയേലി ബന്ദികളെ വധിച്ചിട്ട് രാജ്യം വിടാനാണ് ഹമാസിന്റെ തീരുമാനമെങ്കിൽ അവശേഷിക്കുന്ന പലസ്തീനികളെ ഇസ്രയേൽ പൂർണ്ണമായി തുടച്ചു നീക്കും. പശ്ചിമേഷ്യ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത യുദ്ധത്തിലേക്കും ആൾനാശത്തിലേക്കും കാര്യങ്ങൾ നീളും. യുദ്ധക്കെടുതിയിൽ നിന്ന് ഇനി പലസ്തീൻ കരകയറുകയില്ലെന്നു മാത്രമല്ല 12 ലക്ഷം ജനങ്ങൾ വഴിയാധാരമാവുകയും ചെയ്യും. ഇസ്രയേലിലേക്ക് കടന്നുകയറി 1000-ഓളം പേരെ വധിക്കുകയും 300-ലേറെ പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസിന് ഇസ്രയേൽ കൊടുത്ത ശിക്ഷ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ശക്തമായി തിരിച്ചടിക്കാനോ ഇസ്രയേലിന് ആഘാതമുണ്ടാക്കാനോ ഹമാസിന് സാധിച്ചിട്ടുമില്ല. ഹമാസിനെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച സിറിയയും ഇറാനും പിൻവലിയുകയും ചെയ്തു. ഇസ്രയേൽ നടത്തിയ പേജർ സ്ഫോടനങ്ങളും തുരങ്കം തകർക്കലും പലസ്തീനിലെ അനേകായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി. മാത്രമല്ല ഹമാസിന്റെ 20 മുൻനിര നേതാക്കൾ ഇസ്രയേലിന്റെ ഒളിയാക്രമണത്തോടെ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഹമാസ് നേതാക്കൾ അണികളെ ചാവേറുകളായി വിട്ടുകൊടുത്ത ശേഷം ഇറാനിലേക്കോ സിറിയയിലേക്കോ ഒളിച്ചോടാൻ നീക്കം നടത്തുന്നത്. ഇസ്രയേലിന്റെ നവീന ആയുധങ്ങളെ ചെറുക്കാനുള്ള ആയുധശേഷി ഹമാസിന് ഇല്ലെന്നതാണ് പ്രധാന പരിമിതി. ഗാസയിൽ ഹമാസിനെ എതിരിട്ട് നശിപ്പിച്ചാൽ മാത്രമേ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കൂവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഹമാസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ്. ഗാസയിലെ വെടിനിർത്തലിന് ഈജിപ്തും ഖത്തറും മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പ്രസ്താവനയിറക്കി. വെടിനിർത്തൽ കാലയളവിൽ 200 പലസ്തീൻ തടവുകാർക്ക് പകരമായി ഗാസയിലുള്ള മുഴുവൻ ഇസ്രയേലി ബന്ദികളെയും മോചിപ്പിക്കണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. അതല്ലെങ്കിൽ ഹമാസിനെ തീർക്കുകയും ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അതിഭീകര യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് നെതന്യാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിൽ 1.25 വർഷമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 62,000 കവിഞ്ഞിരിക്കുന്നു. 2023 ഒക്ടോബറിൽ സംഘർഷം തുടങ്ങിയതിനുശേഷം 62,004 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1,56,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറച്ചുനിൽക്കുന്നുവെന്ന് മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 2 വർഷത്തോളമായി തുടരുന്ന ആക്രമണത്തിൽ നേരിട്ടല്ലാതെയുള്ള ചർച്ചകളുടെ ഫലമായി 2 താൽക്കാലിക വെടിനിർത്തലുകൾ നടപ്പിലായി. ഈ സമയത്ത് പലസ്തീൻ തടവുകാർക്ക് പകരമായി ഇസ്രയേലി ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ഗാസ സിറ്റിയിൽ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ സർക്കാരും സൈന്യവുമെന്ന് നെതന്യാഹു പറഞ്ഞത് വ്യക്തമായ ബോധത്തോടെയാണ്. ഹമാസിനെ ഇല്ലായ്മപ്പെടുത്തുന്നതിനോടൊപ്പം ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കാതെ പിന്നോട്ടില്ലെന്ന് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നു. ഗാസയിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ പകുതി പേരെ വിട്ടയക്കുന്നതിനും ചില പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുന്നതും ഉൾപ്പെടുന്നതാണ് നിലവിൽ ആലോചനയുള്ള കരാർ. മധ്യസ്ഥർ അവതരിപ്പിച്ച പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി ഹമാസ് വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ പുതിയ ശുപാർശകൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഗാസ സിറ്റി പിടിക്കാനുള്ള ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. ഇസ്രയേൽ ഇന്നലെ നടത്തിയ വെടിവയ്പ്പുകളിലും ബോംബിംഗിലും 60 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതിൽ 31 പേരും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിലാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയുടെ കിഴക്കൻ മേഖലയായ സെയ്തൻ വളഞ്ഞ ഇസ്രയേൽ ടാങ്കുകൾ പ്രദേശത്തെ 450 വീടുകൾ ബോംബിംഗിൽ തകർത്തു. സബ്ര മേഖലയിലേക്ക് ഇസ്രയേൽ സൈന്യം നീങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. പട്ടിണി മൂലം ഇന്നലെ 3 പലസ്തീൻകാർ കൂടി മരിച്ചു. ആസന്നമായ ഇസ്രയേലി കരയാക്രമണം ഭയന്ന് ഗാസ നഗരത്തിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് പലസ്തീനികൾ വീടുകൾ വിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗാസ നഗരത്തെ ഹമാസിന്റെ അവസാനത്തെ വലിയ നഗരകോട്ടയായിട്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഗാസയുടെ 75% ഇസ്രയേൽ ഇതിനകം കൈവശം വെച്ചിരിക്കുന്നതിനാൽ ആക്രമണം വിപുലീകരിക്കുന്നത് ബന്ദികളുടെ ജീവന് ഭീഷണിയാണെന്നും ഇസ്രയേലിന് ആശങ്കയുണ്ട്. അതേസമയം ഗാസയിലെ വെടിനിർത്തലിന് ഈജിപ്തും ഖത്തറും മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ 60 ദിവസം വെടിനിർത്താനുള്ള നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണം ഇസ്രയേൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നെതന്യാഹു പറയുന്നു. വെടിനിർത്തൽ കാലയളവിൽ 200 പലസ്തീൻ തടവുകാർക്ക് പകരമായി ഗാസയിലുള്ള മുഴുവൻ ഇസ്രയേലി ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ നേരത്തെ അംഗീകരിച്ചതാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹമാസിന്റേത് നല്ല പ്രതികരണമാണെന്നും ഇസ്രയേൽ മുമ്പ് സമ്മതിച്ചതിന് സമാനമാണ് ഇതെന്നുമായിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞത്.
വെടിനിർത്തൽ നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അവതരിപ്പിച്ച പദ്ധതിക്ക് സമാനമാണെന്നും അൻസാരി അവകാശപ്പെട്ടു. അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 62,000 കവിഞ്ഞു. ഹമാസ് നിയന്ത്രണത്തിലുള്ള മന്ത്രാലയം എത്ര പേർ സാധാരണക്കാരോ പോരാളികളോ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.